ബോസ് ഈ ഹാറ്റ് കാണാൻ എങ്ങനെയുണ്ട്? ഈടാ ഈ തൊപ്പിക്കാരനെ ഇതിനകത്തേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ആരാ പറഞ്ഞത്? പുറത്തേക്ക് കൊണ്ടുപോടാ. അനാവശ്യ കാര്യങ്ങൾക്ക് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇത് കൊള്ളാലോ. ഈ തൊപ്പിക്കകത്ത് വലിയ പവർ ഉണ്ടെന്നാ തോന്നുന്നത്. ആരാടാ ഇവൻ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ബോസ്. പ്ലീസ് മീറ്റ് ദ ഫേമസ് കിങ് ഓഫ് ഹാറ്റ്, മിസ്റ്റർ ഹാറ്റ്മാൻ. ഹലോ മിസ്റ്റർ മാഡ് മാക്സ്. എനിക്ക് ഹലോ ഒന്നും കേൾക്കണമെന്നില്ല. നീ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ഈ ഹാറ്റ് കൊണ്ട് നീ എന്തൊക്കെ ചെയ്യും അത് പറ. വെരി സിമ്പിൾ. ഏതെങ്കിലും ഒരു റോബോട്ടിന്റെ തലയിൽ ഈ ഹാറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ റോബോട്ട് എന്റെ നിയന്ത്രണത്തിലായി തീരും. നീ പറഞ്ഞത് സത്യമാണോ? അത് കൊള്ളാം. താങ്ക് യു മിസ്റ്റർ മാഡ് മാക്സ്. സോ മിസ്റ്റർ ഹാറ്റ്മാൻ, നിനക്ക് ആ വീറിനെ ഒന്ന് പിടികൂടാൻ സാധിക്കുമോ? യെസ്, എനിക്കവനെ പിടിക്കാൻ പറ്റും. എങ്കിൽ മാഡ് മാക്സിന് സന്തോഷമാകും. വളരെ വളരെയധികം സന്തോഷമാകും. ദേ അങ്ങോട്ട് നോക്ക്, 3 കുട്ടികൾ വരുന്നത് കണ്ടോ? ആ കൂട്ടത്തിൽ ഒരു മെലിഞ്ഞ പയ്യനില്ലേ, സ്മാർട്ട് ആയിട്ടുള്ളത്, അവനാണ് വീർ. മറ്റുള്ളവരെല്ലാം അവന്റെ ഫ്രണ്ട്സ് ആണ്. എമിലിയും ചിണ്ടുവും ചുൾബുൾ ഡോങ്കിയും അവന്റെ ഫ്രണ്ടാണ്. വാവ്, എത്ര നല്ല ഹാറ്റാണിത്. എനിക്ക് ആ ഹാറ്റ് ഒന്ന് കാണിക്കാവോ പ്ലീസ്? ഇതാ പിടിച്ചു. ഇത് വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാറ്റാണ്. അത് മാത്രമല്ല ഇതെല്ലാം ഫ്രീ ആണ്. ആദ്യം എനിക്കിതാ. ഞാനല്ലേ നിന്നോട് ആദ്യം ചോദിച്ചത്. ഞാനൊന്ന് ബഹളം വെക്കാതിരിക്കേ. ഇതാ ഇത് വെച്ചോ മോനെ. വേണ്ട, എനിക്കിതിന്റെ ആവശ്യമില്ല. നോ താങ്ക്സ്. അല്ല, ഞാൻ ഫ്രീ ആയിട്ടല്ലേ തരുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനവും ഞാൻ വാങ്ങാറില്ല. നിൽക്കടാ അവിടെ ധിക്കാരി. നീ എന്റെ ഹാറ്റിനെ ഇൻസൾട്ട് ചെയ്തിട്ട് പോവാണല്ലേ? ആഹാ. എനിക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു തരുമോ? ശരി ശരി, വാ വാങ്ങിത്തരാം. ദേ ആ കടയിൽ നിന്ന് വാങ്ങിത്തരാം. ഉരുളക്കിഴങ്ങിന് എന്താ വില? 15 പിന്നെ രൂപ. തക്കാളിക്കോ? 20. അത് രണ്ടും തന്നേക്കാം. ചേട്ടാ ഉള്ളി കൂടെ വേണേ. അയ്യോ കള്ളൻ കള്ളൻ! എന്റെ ചെയിനിങ് താ. എടാ കള്ള, മര്യാദക്ക് എന്റെ ചെയിനിങ് താ. എന്റെ ചെയിനിങ് തരാനാ പറഞ്ഞേ. എന്റെ ചെയിൻ എവിടെയാണെന്ന് പറ. മര്യാദക്ക് എന്റെ ചെയിൻ തിരിച്ചുതാ. ആന്റി, ഇത് നമ്മളുടെ ചഡ്ഡ അങ്കിളാണ്. ഇദ്ദേഹമല്ല നിങ്ങളുടെ ചെയിൻ അടിച്ചു മാറ്റിയത്. നിങ്ങളെ പോലെ ഇദ്ദേഹവും വെജിറ്റബിൾസ് വാങ്ങി വരികയായിരുന്നു. ഇദ്ദേഹം നല്ല മനുഷ്യനാണ്. ആണോ? അപ്പൊ പിന്നെ എന്റെ ചെയിൻ ആരാ അടിച്ചു മാറ്റി കൊണ്ടുപോയത്? കള്ളൻ വേറെ ആരോ ആണ്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അതാരാ? ഞാനിപ്പോ വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എനിക്ക് തോന്നുന്നത് ട്രാൻസ്പെറന്റ് ആയ ഒരു ഹ്യൂമൻ ഷേപ്പ് പറന്നു പോകുന്നതായിട്ടായിരുന്നു. ഈ കള്ളൻ സ്വർണ്ണങ്ങളെല്ലാം മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. വീണ്ടും വീണ്ടും സ്വർണ്ണങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ കണ്ണിലും പെടുന്നുമില്ല. ഈ അദൃശ്യനായ കള്ളൻ ആരാണ്?
അപ്പൂപ്പ നിങ്ങളിവിടെ അപ്പൂപ്പ ഇന്ന് നമ്മുടെ സിറ്റിയിൽ തുടർന്ന് ഒരുപാട് മോഷണം നടന്നിട്ടുണ്ട്. ഒരു കാര്യം അറിയോ അപ്പൂപ്പ, ഞാൻ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കണ്ടു. ഹ്യൂമൻ ഷേപ്പിൽ ട്രാൻസ്പെറന്റ് ആയ ആരോ റൂഫിൽ കൂടി രക്ഷപ്പെടുന്നത് കണ്ടു. ട്രാൻസ്പെറന്റ് ഹ്യൂമൻ ഷേപ്പോ? അതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ അതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ. ആരും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുത്, കാരണം പുതിയൊരു കള്ളൻ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോഗ്രാം രാത്രി 8 മണിക്ക് മറക്കാതെ കാണുക. ട്രാൻസ്പെറന്റ് കള്ളൻ വന്നിരിക്കുന്നു. ചേട്ടോ, എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കള്ളനെ പിടിക്കേ. ഫുർസത്ത് ഗഞ്ചിലെ അവിടെ എന്താ നടക്കുന്നേന്ന് നമുക്ക് പോയി നോക്കാം. അതെ, ശരി വാ. ഇത് വലിയ കാര്യമൊന്നല്ല, അത് എനിക്കും ചെയ്യാൻ പറ്റും. വാ, അതൊന്ന് വന്ന് ചെയ്ത് കാണിക്കേ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓ, കൊള്ളാമായിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തു. നിനക്ക് എന്നെ പോലെ ബോക്സിംഗ് ചെയ്യാൻ കഴിയുമോടാ മോനെ? ഇല്ല ഇല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വാ ചിണ്ടു. അതെ അതെ, എനിക്ക് നിന്നേക്കാളും നന്നായിട്ട് ബോക്സിംഗ് ചെയ്യാൻ അറിയാം. എങ്കിൽ ശരി, അടുത്ത സൺഡേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമുക്ക് രണ്ടുപേർക്കും ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്താം. വേണ്ട വേണ്ട, ജിണ്ടു വെറുതെ തമാശക്ക് പറഞ്ഞതാ. അവൻ ബോക്സർ അല്ല. ഞാൻ നിങ്ങളുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത സൺഡേ കാണാം. എനിക്ക് അപ്പൊ തോന്നിയ ദേഷ്യത്തില് അവനെടുത്ത് ഇടിച്ച് ചമ്മന്തിയാക്കണമെന്ന് വിചാരിച്ചതാ. ചിണ്ടു, നീ ബോക്സിംഗിന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ബോക്സിംഗ് ഒരു സ്പോർട്സ് ആണ്. അത് സ്പോർട്സ് ആയിട്ട് കണക്കാക്കി വേണം കളിക്കാൻ. അതായത് അക്കാര്യത്തിൽ നീ നിന്റെ മാജിക്കൽ പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്രോമിസ് ചെയ്യ്. ഇല്ലില്ല, ഞാൻ അങ്ങനെയൊന്നും പ്രോമിസ് ചെയ്യില്ല. എങ്കിൽ പിന്നെ മാച്ച് ക്യാൻസൽഡ്. പക്ഷെ മാച്ച് ക്യാൻസൽ ആവാണെങ്കിൽ നമ്മുടെ ഫുർസത്ത് ഗഞ്ചിന്റെ മര്യാദ കാറ്റിൽ പറക്കും. അത് ശരിയാ, പക്ഷെ കളിക്കുമ്പോൾ ചീറ്റിംഗ് ചെയ്താൽ ആ ഗെയിമിന്റെ മര്യാദ പോവില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ബോക്സിംഗ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യില്ല. വെരി ഗുഡ് ചിണ്ടു, ദാറ്റ്സ് ദ സ്പിരിറ്റ്. പക്ഷേ ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? നീ സ്വയം നിന്നെ തന്നെ ഒന്ന് നോക്കിക്കേ. നിന്നെ കണ്ടാ തന്നെ ഒരു പഞ്ചിങ് ബാഗ് പോലെയുണ്ട്. ഫൈറ്റിങ്ങിന് വേണ്ടി നീ സ്വയം ഫിസിക്കലി ഫിറ്റ് ആയി മാറണം. അതെ ചിണ്ടു, ഇമ്മിലി പറഞ്ഞത് ശരിയാ. ഹായ്. എടാ തീറ്റി പണ്ടാരമേ, നീ എന്താ ഈ കാണിച്ചേ? ഇനി ഞങ്ങൾ എന്ത് കഴിക്കും? അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്കിന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ആഹാരം കഴിക്കണ്ടേ? ശരിയല്ലേ അപ്പൂപ്പ? എടാ ചിണ്ടു, നീ ഇത്രയ്ക്കങ്ങ് വാരി വലിച്ചു തിന്നാലേ മോനെ വീർ. നിന്റെ റോബോ ബോയ് സൂട്ടിന്റെ സർവീസ് ഇതാ കഴിഞ്ഞു മോനെ. ഇനി ബാക്കിയുള്ളത് ഫയർ സ്യൂട്ട്, ഡ്രിൽ സ്യൂട്ട്, സ്പേസ് സ്യൂട്ട്, അണ്ടർ വാട്ടർ സ്യൂട്ട്, അതിന്റെയൊക്കെ സർവീസിങ് നടക്കുകയാണ്. ഈ സ്യൂട്ട്സിന്റെ ഒക്കെ സർവീസിങ് കഴിയുന്നത് വരെ നീ എവിടേക്കും പോകരുത്. അഥവാ പോയാൽ തന്നെ നീ ഒരു സാധാരണ റോബോട്ട് ആയിരിക്കും. ഇപ്പോൾ നിന്റെ ഉള്ളിൽ സ്പെഷ്യൽ പവേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നീ എങ്ങോട്ടും പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോണം. പക്ഷെ അപ്പൂപ്പ, ഞാൻ പുറത്തുനിന്ന് കളിക്കാലോ അല്ലേ? അതെ വീർ, വാ നമുക്ക് പുറത്തുപോയി കളിക്കാം. പക്ഷേ മോനെ പക്ഷേ ഈ ചിണ്ടു ഞാനുണ്ടല്ലോ കൂടെ. അതുകൊണ്ട് അവനൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. മറ്റേ സൂട്ട്സ് ഒന്നും ഇപ്പൊ റെഡി ആയില്ലെങ്കിൽ അതിനെന്താ? ചിണ്ടു എവർ റെഡിയാണല്ലോ. ചുൾബുള്ളും റെഡിയാണ്. ചുൾബുള്ളുള്ളപ്പോ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. I am mad, very very mad. ബോസ്, ഈ ഒക്ടോപസില് പ്രത്യേകിച്ച് എന്താണുള്ളത്? നിങ്ങൾ എന്താ ഇത്രയധികം സന്തോഷിക്കുന്നത്? എടാ, ഇതിന്റെ ശക്തിയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഇത് എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ അവിടെ മൊത്തം നശിപ്പിക്കും. മനസ്സിലായോടാ? ബോസ്, യു ആർ ജീനിയസ് ബോസ്. She's right, boss. She's right. നീ നോക്കിക്കോ, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലെ നീല ബട്ടൺ ഒന്ന് അമർത്തിയാൽ മാത്രം മതി. മറ്റുള്ള ജോലിയെല്ലാം അവൻ തനിയെ ചെയ്തുകൊള്ളും. ആഹാ, ഞാനൊന്ന് നോക്കട്ടെ.
നീ എന്താ കാണിച്ചത്? എന്താണാ കാണിച്ചത്? നീ എന്തായി ചെയ്തത്? ഓഫ് ചെയ്യടാ, ആ ബട്ടൺ ഓഫ് ചെയ്യ. എന്നെ ഇങ്ങനെ സോറി ബോസ്, സോറി. ഞാനൊന്ന് ഡെമോ നോക്കിയതാ. എന്നെ താഴെ ഇറക്കാൻ പറ. എന്നൊന്നും ചെയ്തത് എന്നാ? നിനക്ക് ഞാനൊരു പലഹാരം തരട്ടെടാ. വേണ്ട. ഓടല്ലേടാ നിന്റെ മണ്ടത്തല ഞാൻ. ഓടരുതെന്നോ. ഇത് കുടിച്ചോ. Robo Boy suit on.